പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 8-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. സാംസ് 20:4 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഏകദേശം 9 വാക്യങ്ങൾ അടങ്ങിയ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 20-ാം സങ്കീർത്തനം. ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ കൂടെ ദാവീദ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നു. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ദാവീദിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഓരോ വാക്യങ്ങളിലും നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ അനേക കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 4-ാം വാക്യത്തിൽ പറയാണ്: യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെയും നിനക്ക് നൽകട്ടെ, നമ്മുടെ താല്പര്യത്തെ തമ്പുരാൻ നിവർത്തിക്കട്ടെ. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വേദനയുടെയും നിരാശയുടെയും സങ്കടത്തിന്റെയും നഷ്ടങ്ങളുടെയും പരിഹാസങ്ങളുടെയും കോട്ടങ്ങളുടെയും മധ്യേ ദൈവത്തെ വിടാതെ ദൈവത്തോട് ചേർന്ന് ദൈവകൃപ അനുഭവിച്ച് ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സഫലമാക്കുന്ന ഒരു ദൈവം. വിശുദ്ധ വചനം നാം പഠിക്കുമ്പോൾ അനേക ഭക്തന്മാരെ, ശ്രേഷ്ഠന്മാരെ ഈ നിലകളിൽ തമ്പുരാൻ മാനിച്ചതായി നാം വായിക്കുന്നു, പഠിക്കുന്നു. യോസേഫിന്റെ ജീവിതം, അതെ, സ്വന്തം പിതാവ്, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെയും വെറുത്തു. അതെ, മരണത്തെ മുഖാമുഖമായി കണ്ടു. ജയിലിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. പ്രതികൂലങ്ങളുടെ വലിയൊരു നീണ്ട നിര തന്നെ നേരിട്ടു. എന്നാലും തന്റെ ഉള്ളിൽ താൻ കണ്ട ദർശനത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തന്റെ ഹൃദയത്തെ മഥിച്ചുകൊണ്ടിരുന്നു. ആ ആഗ്രഹത്തെ ദൈവം സബലീകരിക്കുകയും ഇതാ മിസ്രയീമിൽ ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത ആളായി ദൈവം യോസേഫിനെ അവരോധിക്കുകയും ചെയ്തു. ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ജീവിതത്തിന്റെ വളരെ പ്രതികൂലമായ അവസ്ഥയിൽ കൂടെയാണോ താങ്കൾ കടന്നു പോകുന്നത്? താങ്കളുടെ അവസ്ഥ ആരോടും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ആർക്കും അത് കേൾക്കുകയും വേണ്ട. നമ്മുടെ നിരപരാധിത്വം മനസ്സിലാക്കുവാനോ തെളിയിക്കുവാനോ കഴിയാൻ പറ്റാത്ത വിധത്തിൽ നെടുവേർപ്പെടുന്നോ? കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നോ? ദൈനംദിന ജീവിതയാത്രയിൽ പ്രതിസന്ധികളുടെ വലിയൊരു നീണ്ട നിരയാണോ? എന്താണ് താങ്കളുടെ പ്രശ്നം? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രശ്നങ്ങളൊക്കെ താങ്കളെ പിന്തുടരുമ്പോൾ, അല്ല, ആ പ്രശ്നങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ദൈവ പൈതലേ, നിശ്ചയമായും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ മനസ്സിന്റെ പൂർണ്ണത അറിഞ്ഞ് അതിനെ സബലീകരിക്കുന്ന ഒരു ദൈവം ഈ ബുധനാഴ്ച അതിരാവിലെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ മക്കളുടെ കാര്യമാകാം, നിങ്ങളുടെ കുടുംബകാര്യമാകാം,
നിങ്ങളുടെ ജോലി കാര്യമാകാം, നിങ്ങളുടെ ആരോഗ്യകാര്യമോ സാമ്പത്തിക കാര്യമോ അല്ല, നിങ്ങളെ അലട്ടുന്ന ചില നിയമ പ്രശ്നങ്ങളാകാം, ആരോടും പറഞ്ഞിട്ടില്ലാത്ത കുടുംബത്തിനകത്തെ ചില പ്രതിസന്ധികളാകാം, മക്കൾ മുഖാന്തരം നിങ്ങൾ നേരിടുന്ന ചില പ്രതികൂല കാറ്റുകളാകാം. അതെ, എന്തുമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിനെയൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ ഉള്ളിന്റെ നല്ല ആഗ്രഹത്തെ നിവർത്തിച്ച് സഫലമാക്കുന്ന സ്വർഗത്തിലെ ദൈവം ഈ ദിവസം നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ യാത്രകളെ ദൈവം സഫലീകരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാനിക്കട്ടെ. നിങ്ങളെ അവഗണിച്ചവർ, തള്ളിക്കളഞ്ഞവർ, പുച്ഛിച്ച് തള്ളിയവർ നിങ്ങളെ മാനിക്കുന്ന ദിനം അതിസമീപമായിരിക്കുന്നു. കാരണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും തീരുമാനിച്ചാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ആ തീരുമാനത്തെ മാറ്റുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, അതെ, എസ്തേറിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ മൊർദെഖായിയെ ഭൂമിയിൽ നിന്ന് നിശേഷം നശിപ്പിക്കുവാൻ ഹാമാൻ കെണിയൊരുക്കിയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. കെണിയൊരുക്കിയ ഹാമാനെ കൊണ്ട് തന്നെ മൊർദെഖായിയെ മാനിക്കുകയും അതേ കെണിയിൽ ഹാമാനെ വകവരുത്തുവാൻ ദൈവത്തിന്റെ മറു പദ്ധതി ഒരുങ്ങുകയും ചെയ്തുവെങ്കിൽ ഇന്ന് നിങ്ങൾ ഏറ്റവും വിഷമിച്ച് ഭാരപ്പെട്ട് പ്രതികൂലത്തിലും പ്രതിരോധത്തിലും സമ്മർദ്ദത്തിലുമായിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം ഇടപെടട്ടെ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതെ, ദൈവം നിങ്ങൾക്ക് അനുകൂലകനായി നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ച് നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുടുംബകാര്യം, ആരോഗ്യകാര്യം, സാമ്പത്തിക കാര്യം, ബിസിനസ് കാര്യം, നിങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് അതെന്തുമായിക്കൊള്ളട്ടെ, അതിന്മേലെല്ലാം ദൈവത്തിന്റെ കൃപ വ്യാപരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീർന്ന് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയൊരു പ്രഭാതം കൂടെ, ഒരു ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൂട്ടിത്തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിപ്പിക്കുകയും ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ സബലീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ദാവീദിൽ കൂടെ പറഞ്ഞത് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചനം ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമാരിയായി അപ്പനവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിപരവും കുടുംബപരവുമായ വിഷയങ്ങളിന്മേൽ ദൈവം ഇടപെടണം. സ്വർഗീയ കൃപ വ്യാപരിക്കണം. അവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ അപ്പൻ മാനിച്ച് സബലമാക്കി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഏവരെയും ഒരുക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ തമ്പുരാൻ കണക്കിലെടുത്ത് അതിന് കൃത്യമായ മറുപടിയും ഉത്തരവും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ഇന്നത്തെ ദിനം ഏറ്റവും സന്തോഷവും അനുഗ്രഹപ്രദമായി തീരട്ടെ. അതിന് നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.